ദാണ്ടെ ഈ കാണിക്കുന്നത് ചക്കയാണോ? അല്ല. ചീമച്ചക്കയാണോ? അല്ലേ അല്ല. പിന്നെന്താണ് സംഭവം എന്ന് നിങ്ങൾ ചോദിക്കും. ഇതാണ് ബ്രെഡ് നട്ട്. സത്യത്തിൽ ഇതിൻ്റെ മലയാളം എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ ചീമച്ചക്കയാണെന്ന് പറയാനിരിക്കുന്നവരോടൊന്നേ പറയുള്ളൂ, അതിൻ്റെ ഇംഗ്ലീഷ് ബ്രെഡ് ഫ്രൂട്ട് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മലയാളം എല്ലാവരും ഒന്ന് താഴെ കമൻറ്റായിട്ട് ഇട്ടേക്കണം, അറിയാവുന്നവർ. ഇനി ഇതിൻ്റെ സ്കിന്ന് മൊത്തത്തിൽ നമുക്കൊന്ന് കളഞ്ഞെടുക്കാനായിട്ടുണ്ട്. കളയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത്. ഇത് കട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി നടക്കത്തില്ല. ഒന്ന് മിന്നി മറിയുമ്പോഴത്തേക്കിന് സ്കിന്ന് മൊത്തത്തിൽ കളഞ്ഞ് ഇനി ഇതിൻ്റെ നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സാധാരണ ചക്ക കട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ ആ പരുവത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ഉള്ളിൽ ദാണ്ട ചക്കക്കുരു ഒക്കെ ഉണ്ട്, അതെടുത്ത് വേണേൽ മാറ്റി വെച്ചോ, മെഴുക്ക് വരട്ടാം. ഇനി ഈ ചക്കക്കുരു മാത്രമേ കളയാനുള്ളൂ, ബാക്കി എല്ലാം അതിൻ്റെ അകത്തിലോട്ട് നമ്മളൊരു വലിയ ബൗളിനകത്തിലോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ മിക്സിയുടെ ഒരു വലിയ ജാറിനകത്തിലോട്ടെ ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് അങ്ങോട്ട് അരച്ച് കുഴച്ച് കളയരുത്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയേച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു പാനിനകത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ടങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് എടുക്കണം. കടുക് ചെന്നം മന്നം പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 or 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇട്ട് കൊടുത്തേക്കുന്ന വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് കറിവേപ്പില ഒന്ന് വാടി വരുമ്പോഴത്തേക്കിനും ഒരു വലിയ സവാളയാണ് സ്ലൈസായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയുടെ കളറ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലെത്തുന്നതായിട്ടുള്ള സമയത്തെ 2 പച്ചമുളക് 4ആയിട്ട് കീറിയോടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കാം. അത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് നട്ട് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തീ ഒരല്പം കൂട്ടി അങ്ങോട്ട് വെച്ച് കൊടുക്കണം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഈ സമയത്ത് നമുക്കിതിലേക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ടുണ്ട്. അതിനായിട്ട് മിക്സിയുടെ ജാറിനകത്തോട്ട് 250 ml കപ്പിന് 1 കപ്പ് തേങ്ങ ചെറിയ ചേർക്കുന്നുണ്ട്. കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ ഇനി മെയിനായിട്ടും വേണ്ടത് കാന്താരിമുളകാണ്. കാന്താരിമുളക് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം, പക്ഷേ കാന്താരി ആയിരിക്കും ടേസ്റ്റ് കൂടുന്നത്. ഒരു 8 വെളുത്തുള്ളി അല്ലിയും 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ച് ഇതുപോലെ അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിന് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ മിക്സിയുടെ ജാറ് കഴിയിട്ടുള്ള കുറച്ച് വെള്ളം ഇപ്പം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ട് ഇനി ഇത് സാധാരണ വേവിക്കുന്നതിനോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് വെന്ത് ഉടയുന്ന പരുവത്തിൽ അങ്ങോട്ട് വേവിച്ചങ്ങോട്ട് എടുക്കണം. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്ത് വേവിച്ചതാ ഇതുപോലെ അങ്ങോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ അങ്ങോട്ട് റെഡി ആയിട്ട് വരും. വീഡിയോ കഴിയുമ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ പേരറിയത്തില്ല. ആദ്യം പറഞ്ഞിട്ട് തന്നെ അറിയാവുന്നവർ എവിടെയെങ്കിലും തപ്പിപ്പിടിച്ച് ഇതിൻ്റെ പേരൊന്ന് കമൻറ്റായിട്ടൊന്ന് ഇട്ടേക്കുക. ബ്രെഡ് നട്ട് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതാന്ന് നോക്കിയാൽ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതങ്ങോട്ട് ഇളക്കി എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് കോരി അങ്ങോട്ട് എടുക്കണം. എന്നിട്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് വെറുതെ ഒരു സ്പൂൺ ഇട്ട് കോരി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് ബ്രെഡ് നട്ടിൻ്റെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടാനായിട്ട് മറക്കരുത്. ഓരോ വെറൈറ്റി ഐറ്റംസുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പം നല്ലൊരു കിടുക്കാച്ചി വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി, നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.